ലോകത്തെ ഞെട്ടിച്ച ലൈംഗിക കുറ്റവാളിയും ശതകോടീശ്വരനുമായ ജെഫ്രി എപ്സ്റ്റീന്റെ ജീവിതം എന്നും രഹസ്യങ്ങളുടെ ഒരു കലവറയായിരുന്നു. 2019 ന്യൂയോർക്കിലെ ജയിലിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും ലോകത്തെ വിസ്മയിപ്പിക്കുന്നതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം എപ്സ്റ്റീൻ ഒരു രഹസ്യപുത്രൻ ഉണ്ടെന്നും ഈ കുട്ടി അദ്ദേഹത്തിന്റെ ശതകോടികൾ വിലമതിക്കുന്ന സ്വത്തിന്റെ ഏക അവകാശിയായി മാറിയേക്കുമെന്നാണ് സൂചന. അമേരിക്കൻ ധനകാര്യ ലോകത്തെ പ്രമുഖനും ലോക നേതാക്കളുമായും രാജകുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. എന്നാൽ ഈ ആഡംബര ജീവിതത്തിന് പിന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഒരു വലിയ ശൃംഖല തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. ഈ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെടാനിരിക്കെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എപ്സ്റ്റീന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ വമ്പിച്ച സ്വത്തുക്കൾ ആർക്ക് ലഭിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിച്ചിരുന്നു. എപ്സ്റ്റീന്റെ ജീവിതത്തിലെ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ മിക്കവരും ക്ലിസൻ മാക്സ്വെല്ലിനെയാണ് ഓർക്കാറുള്ളത്. എന്നാൽ എപ്സ്റ്റീന്റെ അവസാന 10 വർഷങ്ങളിൽ അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തി 36 വയസ്സുകാരിയായ കരീന ഷുലിയക് ആയിരുന്നു. ബെലാറഷ്യൻ സ്വദേശിനിയായ കരീന ഒരു ദന്ത ഡോക്ടറാണ്. എപ്സ്റ്റീനേക്കാൾ 35 വയസ്സ് പ്രായക്കുറവുള്ള കരീനയുടെ പഠനത്തിനും മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും വീടിനുമെല്ലാം പണം ചിലവാക്കിയിരുന്നത് എപ്സ്റ്റീൻ ആയിരുന്നു. എപ്സ്റ്റീന്റെ മറ്റ് സ്ത്രീബന്ധങ്ങളെക്കുറിച്ച് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരുന്നതിനാൽ ഇൻസ്പെക്ടർ എന്നായിരുന്നു കരീനയുടെ വിളിപ്പേര്. വെറുമൊരു കാമുകി എന്നതിലുപരി എപ്സ്റ്റീനുമായി അത്യധികം വൈകാരികമായ ബന്ധമാണ് ഇവർക്കുണ്ടായിരുന്നതെന്ന് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നു. മരണത്തിന് മുമ്പ് എപ്സ്റ്റീൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതും കരീനയായിരുന്നുവെന്നും പറയപ്പെടുന്നു. എപ്സ്റ്റീന്റെ മരണത്തിന് ഏകദേശം 2 വർഷത്തിന് ശേഷം കരീന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയതായാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ കുട്ടി എപ്സ്റ്റീന്റേതാണെന്ന വാദമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. 2011 തന്നെ എപ്സ്റ്റീൻ ഒരു ആൺകുഞ്ഞ് ജനിച്ചുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെ ബ്രിട്ടീഷ് രാജകുടുംബമായ സാറ ഫെർഗുസൺ എപ്സ്റ്റീന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഇമെയിലുകൾ അയച്ചതായും വെളിപ്പെടുത്തുന്നുണ്ട്. എപ്സ്റ്റീന്റെ മക്കളാണെന്ന് അവകാശപ്പെട്ട് ഇതിനോടകം 100-ലധികം പേർ രംഗത്തെത്തിയിട്ടുമുണ്ട്. എപ്സ്റ്റീന്റെ $600 മില്യൺ, അതായത് ഏകദേശം 5000 കോടി രൂപ വരുന്ന സ്വത്തുക്കളിൽ കണ്ണുവെച്ചാണ് പലരും ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ കരീനയുടെ മകൻ ഈ തർക്കങ്ങളിൽ കൂടുതൽ മുൻഗണന ലഭിക്കാനാണ് സാധ്യത. DNA പരിശോധനയിലൂടെ പിതൃത്വം തെളിയിക്കപ്പെട്ടാൽ ഈ കുട്ടി എപ്സ്റ്റീന്റെ നിയമപരമായ ഏക അവകാശിയായി മാറും. 2019 ഓഗസ്റ്റിൽ ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ കറക്ഷൻ സെന്ററിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് 2 ദിവസം മുമ്പ് എപ്സ്റ്റീൻ തന്റെ വില്ലിൽ ഒപ്പിട്ടിരുന്നു. ഈ വില്ലിൽ കരീന ഷുലിയാക്കിനെ പ്രധാന പിന്തുടർച്ചാവകാശിയെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. താൻ മരിക്കാൻ പോകുന്നുവെന്ന മുൻകൂട്ടിയുള്ള അറിവോടെയാണ് അദ്ദേഹം ഈ വില്ല് തയ്യാറാക്കിയതെന്ന സംശയം ഇന്നും നിലനിൽക്കുന്നു. ജയിലിൽ വെച്ച് എപ്സ്റ്റീൻ അവസാനമായി ഫോണിൽ സംസാരിച്ചതും കരീനയോടായിരുന്നു. ആ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം ആത്മഹത്യാപരമായ പ്രവണതകളൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും കരീന പിന്നീട് മൊഴി നൽകിയിട്ടുണ്ട്. എപ്സ്റ്റീന്റെ മരണം ആത്മഹത്യയാണെന്ന് അധികൃതർ പറയുമ്പോഴും ലോകത്തെ വൻ തോക്കുകളുടെ രഹസ്യങ്ങൾ പുറത്താകുമെന്ന് ഭയന്ന ആരോ അദ്ദേഹത്തെ വകവരുത്തിയതാണെന്ന സിദ്ധാന്തങ്ങൾ ഇന്നും സജീവമാണ്. എപ്സ്റ്റീന്റെ സ്വത്തുക്കൾ കേവലം ഒരു ബാലൻസിൽ ഒതുങ്ങുന്നതല്ല. അമേരിക്കയിലെ പ്രശസ്തമായ ആഡംബര വില്ലകൾ, പാരീസിലെ ഫ്ളാറ്റുകൾ, സ്വന്തമായി ഉണ്ടായിരുന്ന ബോയിങ് വിമാനങ്ങൾ, എല്ലാത്തിലും ഉപരി കരീബിയൻ കടലിലെ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന സ്വകാര്യ ദ്വീപ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായിരുന്ന ഈ ദ്വീപ് പീഡോഫൈൽ ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആസ്തികളെല്ലാം ഇപ്പോൾ കരീനയുടെ മകന്റെ കൈകളിലേക്ക് എത്തുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എപ്സ്റ്റീന്റെ മരണശേഷം കരീന പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ FBI അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. തന്റെ മകന്റെ പിതൃത്വം തെളിയിക്കുന്നതിനായി കരീന നിയമപോരാട്ടത്തിന് ഇറങ്ങുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. മകന്റെ ഭാവിക്കായി എപ്സ്റ്റീന്റെ ട്രസ്റ്റ് ഫണ്ടിൽ നിന്ന് വലിയൊരു തുക ഇവർ ഇതിനോടകം ആവശ്യപ്പെട്ടതായും സൂചനകളുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് ലോക ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട പേരുകളിൽ ഒന്നാണ്. അധികാരം, പണം, ലൈംഗികത എന്നിവയുടെ അതിപ്രസരമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം സിനിമകളെ പോലും വെല്ലുന്നതാണ്. രഹസ്യപുത്രന്റെ ആവിർഭാവം എപ്സ്റ്റീൻ ഫയലുകളിലെ മറ്റൊരു അധ്യായം മാത്രമാണ്. ഈ കുട്ടിക്ക് സ്വത്തുക്കൾ ലഭിക്കുമോ അതോ ഇതും ഒരു വ്യാജ അവകാശവാദമായി മാറുമോ എന്നത് വരും വർഷങ്ങളിലെ നിയമയുദ്ധങ്ങൾ തീരുമാനിക്കും. പണം കൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന് വിശ്വസിച്ചിരുന്ന എപ്സ്റ്റീന്റെ അന്ത്യം അത്യധികം ദാരുണമായിരുന്നു. എന്നാൽ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ രഹസ്യങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കരീന ഷുലിയാക്കും അവരുടെ മകനും ഈ രഹസ്യങ്ങളുടെ അവസാന കണ്ണികളാകാം.